ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ മിഷൻ ഒളിമ്പ്യാഡ്സ്. ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായി കാണുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡുകൾ പോലെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ചാനലിലുള്ള ഇത്തരം കണ്ടന്റ്സ് വളരെ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബയോളജിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ വേർ എനർജി പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ്? സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അവിടെയാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എന്താണ്, ആരാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്? ന്യൂക്ലിയസ് ആണോ? ന്യൂക്ലിയസ് ആണോ? അല്ല, ന്യൂക്ലിയസ് കൺട്രോൾ സെന്റർ ആണ്. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് അല്ലെ. പക്ഷേ പവർ ഹൗസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് പവർ ഹൗസ്? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, കണക്റ്റിംഗ് ഓർഗനലാണ് അല്ലെ. സെല്ലിലുള്ള ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണക്റ്റിംഗ് ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്? പാക്കേജിങ് ആൻഡ് സോർട്ടിംഗ്, ഡെലിവറി, അത്തരം കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഗോൾജി അപ്പാരറ്റസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ ഇസ് ദ കറക്റ്റ് ആൻസർ. മൈറ്റോകോൺട്രിയ ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. ഫൈൻ. Which of the following is responsible for the transmission of genetic information from one generation to next in living organism? ലിവിങ് ഓർഗാനിസത്തിൽ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ജനറ്റിക് ഇൻഫർമേഷൻ, നമുക്കറിയാലേ നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ, നമ്മളെല്ലാവരും ഇങ്ങനെ ആയതെന്തുകൊണ്ടോ, എൻ്റെ കൈ ഇങ്ങനെ ആയതും എൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടും എൻ്റെ മുടി ഇങ്ങനെ ആയതും ഒക്കെ എൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ ആ രൂപത്തിൽ കോഡ് ചെയ്തതുകൊണ്ടാണ് അല്ലേ. അത്തരത്തിലുള്ള കോഡിങ്, ആ ജനറ്റിക് ഇൻഫർമേഷൻ എവിടെയാണുള്ളത്? നമുക്കറിയാം, സെല്ലുകളിലാണുള്ളത്. സെല്ലുകളിൽ എവിടെയാണ്? സെല്ലുകളിൽ ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് എവിടെയാണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, റൈബോസോം ആണോ? അല്ല, അത് പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലെ. ക്രോമസോം ആണ് അല്ലെ, സെൻട്രിയോൾ അല്ല, ലൈസോസോം അല്ല. സോ ഓപ്ഷൻ ബി ക്രോമസോംസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ക്രോമസോംസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ക്രോമസോം എന്താ, അത് നമ്മൾ മനസ്സിലാക്കണം. ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ആണ് നമ്മൾ മനസ്സിലാക്കുക. ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മൾ DNA എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതിനാണ് DNA എന്ന് പറയുന്നത്. അപ്പം DNA-കൾ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് DNA പ്ലസ് പ്രോട്ടീനുകളാണ് ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒളിമ്പ്യാഡുകൾക്ക് ആ ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. എന്താണ് ക്രോമസോം എന്ന് പറയുന്നത്? DNA-യും പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു കണ്ടൻസ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയാം. അപ്പോൾ ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ് പൊതുവെ ഉണ്ടാവുക. അപ്പോൾ DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ DNA പ്ലസ് പ്രോട്ടീൻസ് ആണ് എന്ത്, ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം DNA എന്താണ്, ക്രോമസോം എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.